രാജ്യത്തെ ഒന്നാകെ നടുക്കിയ എയർ ഇന്ത്യ വിമാന അപകടത്തിൽ DVR കണ്ടെത്തി. ഗുജറാത്ത് ATS ആണ് അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും ഡിജിറ്റൽ വീഡിയോ റെക്കോർഡർ കണ്ടെടുത്തത്. ഫോറൻസിക് സംഘം ഉടൻ പരിശോധന നടത്തുമെന്ന് ATS ഉദ്യോഗസ്ഥർ അറിയിച്ചു. सर ये क्या है हाथ में? ये DVR है. DVR अंदर का मैक्स का नहीं, वो देखना पड़ेगा कि कौन सा है. मलबे में से निकला है. मलबे में से निकला है. सर और क्या क्या निकला है? सामान है वो क्या है? DVR है. ये DVR है. मलबे में से निकला है. नहीं, वो मलबे में से निकला है. प्लीज ये काम नहीं है. मेरा काम नहीं है, ये दूसरा काम नहीं. जो सर अभी आप लोग फिर से जाएंगे अंदर, FSL की टीम अंदर जाएगी फिर से? नहीं, FSL की आएगी. आप लोग ने अंदर क्या क्या किया सर? NSG की टीम ने क्या किया? नहीं, मैं NSG से नहीं हूँ. पुलिस, गुजरात पुलिस. नहीं, आप कहाँ से हो सर? मैं ATS से हूँ. ATS से. यस. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഈ നിമിഷം നമുക്ക് പങ്കുവെക്കാൻ കഴിയുന്നത്. DVR, അതായത് രാജ്യത്തെ നടുക്കിയ വിമാന അപകടത്തിൽ DVR കണ്ടെടുക്കുന്നു. ഗുജറാത്ത് ATS അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ഡിജിറ്റൽ വീഡിയോ റെക്കോർഡർ കണ്ടെത്തുകയാണ്. ഒരുപക്ഷെ അപകടത്തിന് പോലും കാരണമായ സാഹചര്യം കണ്ടെത്തുന്നതിന് ഇതേറെ സഹായകരമാകും. ബ്ലാക്ക് ബോക്സ് കണ്ടെത്തി എന്നുള്ള വാർത്തകൾ ഇന്നലെ വന്നിരുന്നു, പക്ഷേ അത് ലഭിച്ചിട്ടില്ല എന്നുള്ള സ്ഥിരീകരണം ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ ഈ DVR കണ്ടെത്തിയതിനെ തുടർന്ന് എത്രമാത്രം നിരീക്ഷണങ്ങളാണ് ഇക്കാര്യത്തിൽ കൂടുതൽ ശക്തിപ്പെടുക ഗൗതം? അതെ, ഈ വിമാനം പതിച്ച സ്ഥലത്ത് നടത്തിയ തിരച്ചിലിനിടയിലാണ് ഇപ്പോൾ നിർണായക രേഖയായിട്ടുള്ള ഡിജിറ്റൽ വീഡിയോ റെക്കോർഡർ കണ്ടെത്തിയിരിക്കുന്നത്. ഗുജറാത്ത് ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് ഈ സ്ഥലത്തൊരു പരിശോധന നടത്തുന്നുണ്ടായിരുന്നു. ഗുജറാത്ത് ATS മാത്രമല്ല, അവിടെ വിവിധ അന്വേഷണ ഏജൻസികളും അതോടൊപ്പം തന്നെ NDRF തുടങ്ങിയ ഈ രക്ഷാദൗത്യത്തിന് നേതൃത്വം നൽകുന്ന സംഘങ്ങളുമെല്ലാം അവിടെ തിരച്ചിൽ നടത്തുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഗുജറാത്ത് ആന്റി ടെററിസ്റ്റ് സ്ക്വാഡിന് ATSനാണ് ഇപ്പോൾ ഈ ഡിജിറ്റൽ വീഡിയോ റെക്കോർഡർ ലഭ്യമായിരിക്കുന്നത്. ഇതിന്റെ അന്വേഷണത്തിൽ വളരെ സുപ്രധാനമാകുന്ന ഒന്നാണ് ഈ DVR എന്ന് പറയുന്നത്. കാരണം DVRലാണ് ഈ പൈലറ്റും കോ പൈലറ്റും ഒക്കെ തമ്മിലുള്ള സംഭാഷണങ്ങൾ കൃത്യമായിട്ട് തന്നെ റെക്കോർഡ് ചെയ്യുക. ഒന്ന് DVR, അതോടൊപ്പം തന്നെ ഈ വിമാനത്തിന് എന്ത് സംഭവിച്ചു എന്നതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട തെളിവുകൾ ഉണ്ടാകുക ബ്ലാക്ക് ബോക്സിലാണ്. ബ്ലാക്ക് ബോക്സിൽ ഒരെണ്ണമാണ് ഇന്നലെ രാത്രിയിൽ ലഭ്യമായത്. മറ്റൊരു ബ്ലാക്ക് ബോക്സിന് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും നടക്കുന്നതായാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഡിജിറ്റൽ വീഡിയോ റെക്കോർഡർ ലഭ്യമാകുന്നതോടെ ഈ വിമാനത്തിലെ അവസാനത്തെ ദൃശ്യങ്ങൾ, സംഭാഷണങ്ങൾ അത് കൃത്യമായിട്ട് തന്നെ ഈ അന്വേഷണ സംഘത്തിന് അതിലൂടെ തിരഞ്ഞെടുക്കുവാനും അവസാന സമയങ്ങളിൽ ഈ അപകടം ഉണ്ടാകുന്ന മിനിറ്റുകളിൽ പൈലറ്റും സഹ പൈലറ്റും ഉൾപ്പെടെ എന്തൊക്കെ കാര്യങ്ങളാണ് സംസാരിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭ്യമാകും. അതിനാൽ ഈ വിമാന അപകടം സംബന്ധിച്ചുള്ള അന്വേഷണത്തിൽ വളരെ നിർണായകമാകുന്ന ഒന്നാണ് ഈ ഡിജിറ്റൽ വീഡിയോ റെക്കോർഡർ കണ്ടെത്തിയ സംഭവം. വിനോദ്, ഗൗതം, ഈ ഡിജിറ്റൽ വീഡിയോ റെക്കോർഡർ കണ്ടെത്തുമ്പോൾ ഗൗതം പറഞ്ഞതുപോലെ തന്നെ പൈലറ്റുമാർ, പ്രധാന പൈലറ്റും സഹ പൈലറ്റും തമ്മിലുള്ള സംഭാഷണങ്ങൾ അത് ലഭിക്കാൻ സഹായകമാകും. അതേപോലെ തന്നെ വിമാനങ്ങൾ ഏതെങ്കിലും തരത്തിൽ അപകടത്തിലേക്ക് നീങ്ങുമ്പോൾ യാത്രക്കാർ അത് സുരക്ഷിതരായിരിക്കണം, അല്ലെങ്കിൽ അവർ ചില മുൻകരുതലുകൾ പാലിക്കണം, അല്ലെങ്കിൽ പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ഇരിക്കേണ്ടതുണ്ട്, വിമാനം അല്പം പ്രശ്നത്തിലാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ യാത്രക്കാരെയും അറിയിക്കാറുണ്ടല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ യാത്രക്കാർക്ക് എന്തെങ്കിലും ഇത്തരത്തിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെങ്കിൽ അതുകൂടി കണ്ടെത്താൻ ഈ DVR സഹായിക്കുമെന്ന് നമുക്ക് കരുതാൻ കഴിയില്ലേ ഗൗതം? അഭിനന്ദ, ഈ വിമാനത്തിലെ അവസാന സമയങ്ങളിലുള്ള സംഭാഷണങ്ങളും അതിന്റെ ദൃശ്യങ്ങളുമെല്ലാം ഈ DVRനകത്ത് ഉണ്ടാകുമെന്നത് തന്നെയാണ് ഇതിന്റെ പ്രാധാന്യം എന്നത്. അവസാന സമയങ്ങളിൽ ഈ ക്യാബിൻ ക്രൂ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിരുന്നു, അല്ലെങ്കിൽ ഈ അപകട കാരണം എന്താണ് എന്നത് തീർച്ചയായിട്ടും അവസാന സമയങ്ങളിൽ പൈലറ്റുമാർ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം പറന്നു പൊങ്ങി ഇത് കൂടുതൽ ഉയരങ്ങളിലേക്ക് ഈ വിമാനത്തിന് പോകാൻ പറ്റുന്നില്ല. അതിന്റെ ടേക്ക് ഓഫ് സമയം മുതൽ തന്നെ അത് പ്രശ്നം കാണിക്കുന്നു. ഏതാണ്ട് 5 മിനിറ്റ് മാത്രമാണ് ഇത് ആകാശത്ത് നിന്നത്. പിന്നീട് ഇത് വളരെ വേഗത്തിൽ തന്നെ പതിക്കുന്നതാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിലൂടെ കാണാൻ സാധിക്കുന്നത്. 1:38 ഉയർന്നു പോകുന്ന വിമാനം ഏതാണ്ട് 5 മിനിറ്റ് കഴിയുമ്പോൾ തൊട്ടടുത്ത കെട്ടിടത്തിലേക്ക് പതിക്കുകയാണ്. അതിനാൽ ആ സമയങ്ങളിൽ തന്നെ തീർച്ചയായിട്ടും ഈ പൈലറ്റുമാർ തമ്മിലുള്ള സംഭാഷണം കൃത്യമായിട്ട് തന്നെ ഒപ്പിയെടുക്കാൻ ഈ DVR പരിശോധിക്കുമ്പോൾ അന്വേഷണ സംഘത്തിന് സാധിക്കും. എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയാണ് നിലവിൽ ഈ അപകടം സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തുന്നത്. ഇന്നലെയാണ്
ഈ അപകടത്തിന് തൊട്ടു പിന്നാലെ കേന്ദ്ര വ്യോമയാന മന്ത്രി റാംമോഹൻ നായിഡു ഈ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ഇതിന്റെ അന്വേഷണം ഏറ്റെടുത്തു എന്നത് സംബന്ധിച്ചുള്ള വിശദീകരണം നൽകിയത്. ഏതായാലും ഈ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം അത് വളരെ നിർണായകമായ ഒരു രേഖ തന്നെയാണ് ഈ DVRന്റെ കണ്ടെത്തൽ. ഒപ്പം ബ്ലാക്ക് ബോക്സും ഒന്നുകൂടി കണ്ടെത്താനുണ്ട്. ഒരു ബ്ലാക്ക് ബോക്സ് ഇന്നലെ കണ്ടെത്തിയതായ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. മറ്റൊരു ബ്ലാക്ക് ബോക്സിന് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുകയാണ്. വിമാനത്തിന് എന്ത് തകരാറാണ് ഉണ്ടായത്, അല്ലെങ്കിൽ ഈ അപകടത്തിന്റെ കാരണം എന്താണ് എന്ന് കൃത്യമായി ഓരോ വിമാന അപകടങ്ങളിൽ നിന്നും ഈ അന്വേഷണ സംഘങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബ്ലാക്ക് ബോക്സുകൾ കണ്ടെത്തുന്നതിലൂടെയാണ്. അതിനാൽ ഈ അന്വേഷണം കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ ഈ ഓരോ തെളിവുകൾ ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഗുജറാത്ത് ATS ആണ് ഈ തെരച്ചിൽ നടത്തുന്ന സ്ഥലത്ത് നിന്നും DVR കണ്ടെത്തിയിരിക്കുന്നത്. അതെ, വളരെ നിർണായകമായ വാർത്തയാണ് ഈ അവസരത്തിൽ പുറത്തു വരുന്നത്. DVR ഡിജിറ്റൽ വീഡിയോ റെക്കോർഡർ കണ്ടെത്തിയിരിക്കുന്നു. ഒരു വിമാനം തകർന്നതിൻ്റെ കാരണം എന്ത് എന്നതിനെ സംബന്ധിച്ച് നിരവധി ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട്. അതൊക്കെ ദൂരീകരിക്കാൻ DVR സഹായിക്കും. അതേപോലെ തന്നെ ബ്ലാക്ക് ബോക്സ് അതിൽ 2 എണ്ണമാണുള്ളത്, അതിൽ 1 എണ്ണം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും ലഭിക്കുന്ന ഡിജിറ്റൽ തെളിവുകൾ, വിമാനം അപകടത്തിലേക്ക് നീങ്ങിയതിൻ്റെ സാങ്കേതികപരമായ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ പൈലറ്റുമാർ തമ്മിൽ സംഭാഷണം നടത്തി അവസാനമായി സംസാരിച്ചത് എന്തെല്ലാം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ ഡിജിറ്റൽ സംവിധാനത്തിലൂടെ ലഭിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും ഗൗതം അനന്തനാരായണൻ.